സന്തോഷ്, പ്രോസിക്യൂട്ടർ പറഞ്ഞ വിധിയുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു. ജീവപര്യന്തം തടവ് ശിക്ഷ 9 പ്രതികൾക്കും, ഒപ്പം 1,10,000 രൂപ വീത പിഴയും. വിമൽ എന്ന സാക്ഷിയെ കൊലപ്പെടുത്താൻ ശ്രമിച്ചതിൻ്റെ പേരിൽ IPC 307 കൂടി ചുമത്തി. അതിൻ്റെ അടിസ്ഥാനത്തിൽ 10 വർഷം കഠിന തടവ് കൂടി വിധിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്തൊക്കെയാണ് പ്രോസിക്യൂട്ടർ പറഞ്ഞ മറ്റു കാര്യങ്ങൾ? തീർച്ചയായും പ്രതികൾക്ക് ജീവപര്യന്തം തടവ് ശിക്ഷ, അതോടൊപ്പം തന്നെ 307 പ്രകാരം 10 വർഷം ജീവപര്യന്തം തടവ് ശിക്ഷ, അതോടൊപ്പം തന്നെ 307 പ്രകാരം 10 വർഷം കഠിന തടവ്, 1,10,000 രൂപ പിഴ ഉൾപ്പെടെയുള്ള ശിക്ഷയാണ് വിധിച്ചിട്ടുള്ളത്. റിജിത്തിൻ്റെ ഒരു കൊലപാതകം, അതിൻ്റെ ശിക്ഷാവിധി കേൾക്കുന്നതിനായി റിജിത്തിൻ്റെ അമ്മയും സഹോദരിയും ഉൾപ്പെടെ ഉള്ളവർ എത്തിയിരുന്നു. അതോടൊപ്പം തന്നെ റിജിത്തിൻ്റെ നാട്ടുകാരും പാർട്ടി പ്രവർത്തകരും എല്ലാം തന്നെ എത്തിയിട്ടുണ്ട്. എങ്ങനെയാണ് ഈ വിധിയെ നിങ്ങൾ കാണുന്നത്? വിധിയെ ഞങ്ങൾ വളരെ സന്തോഷത്തോടെ, കാരണം 19 വർഷത്തെ ഒരു നീണ്ട കാത്തിരിപ്പിനൊടുവിൽ ഞങ്ങൾ പ്രതീക്ഷിച്ച വിധി തന്നെയാണ് ഞങ്ങൾക്ക് കിട്ടിയിട്ടുള്ളത്. കാരണം നമ്മളെ പ്രദേശത്തിനെ സംബന്ധിച്ച് 2005 മുമ്പോ 2005 ശേഷം ഇതുവരെയോ രാഷ്ട്രീയപരമായ ഒരു ചോര പൊടിഞ്ഞൊരു ആക്രമണമോ മറ്റു കൊലപാതകങ്ങളോ നടക്കാത്തൊരു പ്രദേശമാണ് കണ്ണപുരത്ത്. ആ കണ്ണപുരത്ത് ബോധപൂർവ്വം ഒരു കരുതിക്കൂട്ടി തയ്യാറാക്കിയ ഒരു പ്ലാൻ അനുസരിച്ചാണ് ആ കൊലപാതകം ഇവിടെ നടത്തിയിട്ടുള്ളത്. കൊലപാതകം ഒരാളിൽ മാത്രമായിരുന്നില്ല, അവിടെ 4 സഖാക്കളെ അവരാക്രമിച്ചു. വിമൽ നമ്മുടെ കൂടെയുണ്ട്. വിമലിനെ മാരകമായ ആക്രമണം, ചെറിയൊരു വ്യത്യാസത്തിലാണ് വിമൽ മരണത്തിന് രക്ഷപ്പെടുന്നത്. എന്ന് പറഞ്ഞാൽ ഒരു കൂട്ടക്കൊലപാതകം തന്നെ പ്ലാൻ ചെയ്തുകൊണ്ടാണ് RSSൻ്റെ ഈ സംഘം അവിടെ ആ ദിവസം അവിടെ കൊലപാതകത്തിന് നേതൃത്വം കൊടുത്തിട്ടുള്ളത്. ഏതായാലും അവർക്ക് കുടുംബത്തിനും അതുപോലെ നമ്മുടെ പാർട്ടി സഖാക്കൾക്കും ആ നാടിനും ആഗ്രഹിച്ചൊരു വിധി കിട്ടി എന്നുള്ളതാണ് ഞങ്ങളെ സംബന്ധിച്ചുള്ള സന്തോഷം. വിമൽ അന്ന് അക്രമത്തിൽ പരിക്കേറ്റ വിമലും ഇവിടെ വിധി കേൾക്കാനായി എത്തിയിട്ടുണ്ട്. എന്താണ് ഇപ്പോൾ ശിക്ഷ വിധിക്കുമ്പോൾ പറയുന്നത്? വിധിയിൽ സന്തോഷിക്കുന്നു. 9 പേർക്കും ജീവപര്യന്തം കിട്ടിയതിൽ ഞങ്ങൾ സന്തോഷിക്കുന്നു. വിധി കുറച്ച് വൈകിപ്പോയെന്നുള്ളൊരു വേദന മാത്രമേ നമുക്കുള്ളൂ. വിധി കേൾക്കാൻ ശങ്കരാട്ടനില്ലാത്ത പോയതും നമ്മുടെ ഒരു തീരാവേദനയായിട്ട് നിൽക്കുകയാണ്. DYFIയുടെ നേതാവ് PP ഷാജിറുണ്ട്. ഈ DYFIയുടെ ഒരു പ്രധാനപ്പെട്ട പ്രവർത്തകനായിരുന്നു. അവിടെ അത്തരത്തിലുള്ള സംഘർഷങ്ങളൊന്നും ഇല്ലാത്ത ഒരു സ്ഥലത്താണ് RSS ഈ ഒരു കൊലപാതകം നടത്തിയത്. എന്താണ് ഈ വിധി വരുമ്പോൾ DYFIക്ക് പറയാനുള്ളത്? തീർച്ചയായും RSS വളരെ ബോധപൂർവം ഇത്തരം സമാധാനമുള്ള പ്രദേശങ്ങളിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന കൊലപാതകങ്ങൾക്കും അക്രമങ്ങൾക്കും എതിരായിട്ടുള്ളൊരു വിധിയായിട്ടാണ് ഇതിനെ കാണാൻ വേണ്ടി കഴിയുന്നത്. തീർച്ചയായും വിധി സ്വാഗതാർഹമാണ്. ഒരുപക്ഷെ കണ്ണപുരം പോലുള്ള പ്രദേശം നമുക്കറിയാം, ഒരു പൂർണ്ണമായും സമാധാനം പൂർണ്ണമുണ്ടായിരുന്ന ഒരു രാഷ്ട്രീയ സംഘർഷവും ഇല്ലാത്തൊരു പ്രദേശത്ത് ഒരു രാഷ്ട്രീയ ഇത്തരത്തിലുള്ള അക്രമങ്ങളിൽ പോലും പോലും ചെയ്യാതിരുന്ന ആളുകളാണ് റിജിത്ത് ഉൾപ്പെടെയുള്ളവർ. അപ്പോൾ അത്തരം ആളുകൾ വളരെ ബോധപൂർവം കൊലപ്പെടുത്തുന്ന RSSൻ്റെ ഇത്തരം നീക്കങ്ങൾക്കെതിരായിട്ടുള്ള ഒരു വിധിയായിട്ടാണ് ഈ കോടതി വിധിയെ കാണുന്നത്. എങ്ങനെയാണ് ഈ ഒരു വിധി, ഒരു നാട്ടിലെ ഈ സംഭവം നടന്നതിന് ശേഷം, ഇത്രയും കാലത്തിന് ശേഷമുള്ള ഈ വിധിയെ വളരെ സന്തോഷത്തോടുകൂടി തന്നെയാണ് നാട്ടുകാരാകെ നോക്കിക്കാണുന്നത്. വിധി പ്രഖ്യാപിച്ചപ്പോൾ തന്നെ നാട്ടുകാർക്ക് വലിയ സന്തോഷമുണ്ടായിരുന്നു. കാരണം ഒരു തരത്തിലുള്ള പ്രശ്നങ്ങളും ഇല്ലാത്തൊരു പ്രദേശമാണ് കണ്ണപുരം. കണ്ണപുരം എന്ന് പറയുന്നത് ഏതാണ്ട് ഒരു 80% ജനങ്ങൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുമായി ബന്ധപ്പെട്ട് കഴിയുന്നവരാണ്. അപ്പോൾ ആ പ്രദേശത്ത് ബോധപൂർവം കുഴപ്പങ്ങളുണ്ടാക്കുക എന്നുള്ള RSSൻ്റെ ബുദ്ധികേന്ദ്രത്തിൽ നിന്നാണ് ഈ കൊലയാളി സംഘത്തെ അവർ രൂപപ്പെടുത്തി അവിടെ അയച്ചത്. അവിടെ റിജിത്തിനെ മാത്രമല്ല, കൂടെ ഉണ്ടായിരുന്ന വിമൽ ഉൾപ്പെടെയുള്ള 4 പേരെയും അപായപ്പെടുത്തുക എന്നുള്ള ലാക്കാണ് അവർ വെച്ചത്. പക്ഷേ അതിൽ റിജിത്തിനാണ് ജീവൻ നഷ്ടപ്പെട്ടത്. തീർച്ചയായിട്ടും സമാധാനം ആഗ്രഹിക്കുന്ന മുഴുവൻ ആളുകളും കോടതിയുടെ ഈ വിധിയെ സ്വാഗതം ചെയ്യുന്ന കാര്യത്തിൽ തർക്കമില്ല. ഈ കോടതി വിധി വളരെ വൈകിയാണ് പോയി എന്നുള്ളൊരു ഇതുണ്ടോ? അല്പം വൈകിയെങ്കിലും നീതി ലഭിച്ചു എന്നുള്ളത് വളരെ സന്തോഷകരമായ കാര്യമാണ്. എല്ലാ പ്രതികളും ശിക്ഷിക്കപ്പെടുക എന്നുള്ളത് തന്നെ വളരെ അപൂർവമായിട്ട് നടക്കുന്നൊരു കാര്യമാണ്. പ്രത്യേകിച്ച് അവിടെ ഒരു സംഭവമില്ലാത്തൊരു സ്ഥലത്ത് കടന്നു കയറി ആളുകളെ ഭയപ്പെടുത്തി കീഴ്പ്പെടുത്തുക എന്നുള്ള RSS തന്ത്രത്തിൻ്റെ ഭാഗമായിട്ടാണ് യഥാർത്ഥത്തിൽ ഇത്തരൊരു സംഭവം പാർട്ടിക്ക് നല്ല മുൻതൂക്കമുള്ള ഒരു പ്രദേശത്ത് ഉണ്ടായിട്ടുള്ളത്. പ്രത്യേകിച്ചും ഈ 1-ാം പ്രതിയായിട്ടുള്ള സുധാകരൻ്റെ അവിടെ വന്ന് താമസിച്ചതാണ് യഥാർത്ഥത്തിൽ ഇത്തരത്തിലൊരു സംഘർഷത്തിലേക്കും ഈ രീതിയിലുള്ള ഒരു കൊലപാതകം നടക്കുന്നതിലേക്കും എത്തിയിട്ടുള്ളത്. പൂർണ്ണമായും അവിടെ RSSൻ്റെ സ്വാധീനമില്ലാത്ത ഒരു സ്ഥലത്ത് സ്വാധീനം ഉറപ്പിക്കാനുള്ള ഒരു ശ്രമത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇത്തരത്തിലൊരു സംഭവം ഉണ്ടായിട്ടുള്ളത്. ഏതായാലും നിരവധി നാട്ടുകാർ, പാർട്ടി പ്രവർത്തകരെല്ലാം തന്നെ ഈ വിധി കേൾക്കുന്നതിനായി തലശ്ശേരി കോടതിയിലേക്ക് എത്തിയിട്ടുണ്ട്. വിധിയിൽ സന്തോഷമുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ ഈ നാട്ടുകാരും അതോടൊപ്പം തന്നെ കുടുംബാംഗങ്ങളുമെല്ലാം ചൂണ്ടിക്കാട്ടുന്ന കാര്യം. സന്തോഷ്, എല്ലാ പ്രതികൾക്കും പാർട്ടി പ്രവർത്തകർ, നാട്ടുകാർ പറഞ്ഞതുപോലെ തന്നെ കണ്ണപുരം ഒരു ശാന്തമായ പ്രദേശം, സമാധാനമുള്ള ഇടത്തേക്കെത്തി അവിടുത്തെ സമാധാനം കളയുക,
സ്വസ്ഥതയുള്ള സ്ഥലത്ത് അസ്വസ്ഥത ഉണ്ടാക്കുക, അതാണ് RSS എല്ലാ കാലവും എല്ലാ സ്ഥലങ്ങളിലും പ്രത്യേകിച്ച് കണ്ണൂരിൽ പുലർത്തി വരുന്ന സമീപനം. അവിടെ 1-ാം പ്രതി സുധാകരൻ താമസിക്കാനെത്തുന്നു. അതിനുശേഷം അവിടുത്തെ ക്ഷേത്രത്തിൽ RSSന്റെ പരിശീലന ക്യാമ്പാക്കുന്നു. അതിനെ കൃത്യമായി ചോദ്യം ചെയ്യുകയാണ്. ഒരു ക്ഷേത്രത്തെയും മതനിരപേക്ഷതയുടെ ഇടത്തെ മതവർഗീയതയുടെ ഇടമാക്കി മാറ്റാനാകില്ല എന്ന് DYFI നിലപാടെടുക്കുമ്പോൾ അതിനു മുന്നിൽ നിന്ന് റിജിത്തിനെയും ഒപ്പമുണ്ടായിരുന്ന 4 പേരെയും കൊലപ്പെടുത്താൻ ശ്രമിച്ച RSSന്റെ രാഷ്ട്രീയം അതുതന്നെയാണ് ഇവിടെ ഇപ്പോൾ തുറന്നു കാട്ടപ്പെട്ടത്. കേരളത്തിൽ എവിടെയും നടത്തുന്ന RSS ഇടപെടലുകൾ ഇത് തന്നെയാണെന്ന് ഈ വിധിയിലൂടെ ഒരിക്കൽ കൂടി വ്യക്തമാവുകയും ചെയ്യുന്നു. തീർച്ചയായും അത് തന്നെയാണ് അവിടെയുള്ള നാട്ടുകാരും അതോടൊപ്പം തന്നെ പാർട്ടി പ്രവർത്തകരും എല്ലാം ചൂണ്ടിക്കാട്ടുന്ന കാര്യം. CPMന്റെ ഏരിയ കമ്മിറ്റി അംഗം ശ്രീധരേട്ടനുണ്ട്. എങ്ങനെയാണ് ഈ വിധിയെ കാണുന്നത്? വിധി സ്വാഗതാർഹമാണ്. അല്പം വൈകിയാണെങ്കിലും ഇത് നമ്മൾ പ്രതീക്ഷിച്ച വിധിയാണ്. കാരണം അത്രമാത്രം ഏകപക്ഷീയമായിട്ടുള്ള ഒരു അറ്റാക്ക്, ഏകപക്ഷീയമായിട്ടൊരു കൊലപാതകമാണിത്. യാതൊരു പ്രശ്നങ്ങളുമില്ലാത്തൊരു മേഖല. കണ്ണപുരത്ത് പ്രത്യേകിച്ചിട്ടാണെങ്കിൽ നമ്മുടെ ശക്തി കേന്ദ്രം, പാർട്ടിയുടെ ശക്തി കേന്ദ്രമാണ്. അവിടുന്ന് ഒരു രീതിയിലുള്ള പ്രശ്നങ്ങളുടെ സാധ്യതയില്ലാത്തതാണ്. പക്ഷേ പാർട്ടി പ്രദേശങ്ങളിൽ കടന്നു കയറി അക്രമം നടത്തി ഭീഷണിപ്പെടുത്തുക എന്നുള്ള സമീപനമാണ് RSS അംഗീകരിച്ചത്. ഈ കേസുമായിട്ട് ബന്ധപ്പെട്ട് ഏറ്റവും പ്രധാനപ്പെട്ട് ചൂണ്ടിക്കാണിക്കേണ്ട ഒരു കാര്യം, ഈ കേസ് അന്വേഷിച്ചിട്ടുള്ള അന്നത്തെ CI വളപട്ടണം CI പ്രേമരാജൻ, അദ്ദേഹം DSP പിരിഞ്ഞു. അദ്ദേഹത്തിൻ്റെ വളരെ കുറ്റമറ്റ അന്വേഷണം, അതുപോലെ തന്നെ അതിൽ പഴുതടച്ചിട്ടുള്ള അന്വേഷണം ഈ കേസ് ഇന്നത്തെ എത്താനിടയായിട്ട് സാഹചര്യം ഉണ്ടാക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഈ കേസുമായിട്ട് ബന്ധപ്പെട്ട് ആദ്യം ഉണ്ടായിട്ടുള്ള പബ്ലിക് പ്രോസിക്യൂട്ടർ ബിനിഷ വക്കീൽ, അവരും ഈ കേസുമായിട്ട് ബന്ധപ്പെട്ട് വളരെ കൃത്യമായിട്ടുള്ള അന്വേഷണവും അതിൻ്റെ ഭാഗമായിട്ടുള്ള കോടതിയിൽ അവതരിപ്പിക്കാൻ ചെയ്തെന്നുള്ളതും ഈ കേസിൻ്റെ വിജയത്തിന് ഇടയാക്കിയിട്ടുള്ളതാണ് നമുക്കുള്ള അഭിപ്രായം. അപ്പോൾ ശശീന്ദ്രൻ വക്കീലും അദ്ദേഹത്തിൻ്റെ ഇടപെടൽ എല്ലാ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നേരിട്ട് കണ്ട് അന്വേഷണം നടത്തി കൃത്യമായിട്ട് കൈകാര്യം ചെയ്യുന്നുള്ളത് കേസിന് വിജയത്തിന് കാരണമായിട്ട് ചൂണ്ടിക്കാണിക്കും. ഏതായാലും എല്ലാവരും ചൂണ്ടിക്കാട്ടുന്നത് പോലെ കണ്ണപുരം പ്രദേശം എന്ന് പറയുന്നത് അവിടെ സംഘർഷങ്ങളില്ലാത്ത പ്രദേശമായിരുന്നു. അവിടെയാണ് ഇത്തരത്തിലുള്ള ഒരു ബോധപൂർവ സംഘർഷമുണ്ടായത്. സ്പെഷ്യൽ പ്രോസിക്യൂട്ടർ BP ശശീന്ദ്രൻ ഒരു തവണ കൂടി ചേരുകയാണ്. കേസിൻ്റെ വിധിയെ സംബന്ധിച്ച് കൂടുതൽ വിശദാംശങ്ങൾ നമുക്ക് അദ്ദേഹത്തോട് ചോദിക്കാം. ഇതിൻ്റെ ഒരു സംക്ഷിപ്തമായ ഒരു രൂപം എങ്ങനെയാണ്? അതെ, അതിപ്പോൾ ജീവപര്യന്തം തടവാണ് മുഴുവൻ പ്രതികൾക്കും നൽകിയിരിക്കുന്നത്. അതുകൂടാതെ മറ്റു വകുപ്പുകൾ പ്രകാരവും കഠിന തടവുകൾ ഉണ്ടായിട്ടുണ്ട്. 307-ാം വകുപ്പ് പ്രകാരം 10 വർഷം കഠിന തടവും, 324 എല്ലാ വകുപ്പുകൾ പ്രകാരം ശിക്ഷിക്കപ്പെട്ട കുറ്റക്കാരാണെന്ന് കണ്ടിരിക്കുന്ന എല്ലാ വകുപ്പുകൾ പ്രകാരവും നൽകാൻ പറ്റുന്ന മാക്സിമം പണിഷ്മെൻറ്റ് തന്നെ നൽകിയിട്ടുണ്ട്. കാരണം 324-ാം വകുപ്പ് പ്രകാരം 3 വർഷം കഠിന തടവ് നൽകിയിട്ടുണ്ട്. അതിൽ 343-ൽ മാത്രമാണ് ഒരു മാസം ഉള്ളത്. മറ്റ് 143 പ്രകാരം 6 മാസവും ഒക്കെ നൽകിയിട്ടുണ്ട്. പിന്നെ അതുകൂടാതെ ഇവർക്ക് സംഖ്യ ഈടാക്കി വരികയാണെങ്കിൽ അത് ലീഗൽ എയ്ഡ്സിന് നൽകണം എന്നുള്ള നിലയിലും വന്നിട്ടുണ്ട്. നല്ല വിധിയായി തന്നെയാണ് ഒരു പ്രോസിക്യൂട്ടർ. നാട്ടുകാരും അതോടൊപ്പം തന്നെ എല്ലാവരും ഈ അന്വേഷണ ഉദ്യോഗസ്ഥരുടെയും പ്രോസിക്യൂഷൻ്റെയും ഒക്കെ ഇടപെടലുകളെ നല്ല രീതിയിൽ അഭിനന്ദിക്കുന്നുണ്ട്. ഒരു വെല്ലുവിളി നിറഞ്ഞ കേസായിരുന്നു ഇത്. തീർച്ചയായും ആയിരുന്നു. എൻ്റെ കൂടെ ആദ്യം അഡീഷണൽ പബ്ലിക് പ്രോസിക്യൂട്ടറായിരുന്ന ബിനീഷയാണ് 3 സാക്ഷികളുടെ വിസ്താരം തുടങ്ങിയത്. നിഷ മേഡത്തിൻ്റെ കാര്യം അവർ പറഞ്ഞിട്ടുണ്ട്, നല്ല രീതിയിൽ തുടക്കം. അതെ 1, 2, 3 സാക്ഷികളുടെ ചീഫ് വിസ്താരം ബിനിഷാണ് തുടങ്ങിയത്. അതിനുശേഷം എൻ്റെ കൂടെ തന്നെ ഉണ്ടായിരുന്നു. ഞാൻ സ്പെഷ്യൽ പ്രോസിക്യൂട്ടറായി പബ്ലിക് പ്രോസിക്യൂട്ടറായി നിയമിച്ചതിന് ശേഷവും ഒക്കെ തന്നെ ഞങ്ങൾ ഒന്നിച്ചാണ് തുടങ്ങിയത്. ഒരുപാട് വെല്ലുവിളികൾ ഉണ്ടായിട്ടുണ്ട്. ഒന്ന്, പഴകിയ കേസ് എന്നുള്ളത് കൊണ്ട് തന്നെ പ്രോസിക്യൂഷനൊരു വെല്ലുവിളി ഉണ്ടായിട്ടുണ്ട്. കാരണം സാക്ഷികൾ പലതും മറന്നു പോകുന്നു. അപ്പോൾ ആ ഒരു മറവിയിൽ നിന്ന് അവരെ വീണ്ടും അത് ഓർമ്മിപ്പിച്ച് അവരെ കോടതി മുമ്പാകെ മൊഴി നൽകുന്നതിന് വേണ്ടി പ്രാപ്തരാക്കുക എന്നുള്ളത് വലിയൊരു ബുദ്ധിമുട്ടുള്ള കാര്യം തന്നെയാണ്. അത് നിർവഹിക്കാൻ വേണ്ടി കുറച്ച് ബുദ്ധിമുട്ട് നേരിട്ടിട്ടുണ്ട്. അതുകൂടാതെ ചില സാക്ഷികൾ ഇപ്പോൾ റിക്കവറിയൊക്കെ നടത്തിയ ഇതിനകത്ത് ഒരുപാട് ഡ്രസ്സുകൾ റിക്കവറി ചെയ്തിട്ടുണ്ട്. പ്രതികളുടെ 10 പ്രതികളിൽ മിക്കവാറും പ്രതികളുടെ ഡ്രസ്സ് റിക്കവർ ചെയ്തിട്ടുണ്ട്. ഈ റിക്കവറി ചെയ്ത ഡ്രസ്സുകൾ കോടതി മുമ്പാകെ തിരിച്ചറിയുക എന്ന് പറയുന്നതും ഒരുപാട് വർഷം കഴിഞ്ഞ് വരുമ്പോൾ സാക്ഷികളെ സംബന്ധിച്ചിടത്തോളം ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതിൽ തെറ്റിപ്പോയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ തെറ്റിവരുന്ന കാര്യങ്ങൾ നിയമത്തിൻ്റെ പരിധിയിൽ എങ്ങനെ കൊണ്ടുവന്ന് പ്രോസിക്യൂഷൻ അനുകൂലമാക്കി മാറ്റാൻ പറ്റും എന്നുള്ളത് മുൻകാല വിധികളെയും സുപ്രീം കോടതി ഹൈക്കോടതി വിധികളുടെയൊക്കെ പഠിച്ച് മനസ്സിലാക്കി എടുത്ത് കോടതി മുമ്പാകെ സമർത്ഥിക്കേണ്ടതായിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അതിനുവേണ്ടി ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. മാത്രമല്ല 5 ജഡ്ജിമാർ ഇതിനിടയിൽ 5 ജഡ്ജിമാർ എല്ലാവരും
പിന്നെ കാര്യങ്ങൾ ഭംഗിയായി തന്നെ സ്പീഡായി തന്നെ ജഡ്ജിമാരുടെ ഭാഗത്തു നിന്ന് ചെയ്തിട്ടുണ്ടെങ്കിലും പിന്നെ മറ്റ് നമുക്കായിരിക്കും നിയന്ത്രിക്കാൻ പറ്റാത്ത ചില കാരണങ്ങൾ ഇപ്പോൾ കൊറോണ പോലുള്ള കാര്യങ്ങളൊക്കെ വന്നപ്പോഴാണ് നീണ്ടുപോയത്. എങ്കിലും 5 ജഡ്ജിമാരുടെ മുമ്പാകെ ഇത് വരേണ്ട അവസ്ഥയും വന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ വിചാരണ നടന്നത് കുറേശ്ശെയാണ്. പിന്നെ ആദ്യം 3 സാക്ഷികളുടെ വിചാരണ മാത്രമാണ് ഒരു ജഡ്ജിൻ്റെ അടുത്ത് നടന്നത്. പിന്നെ കുറച്ച് സാക്ഷികളത് മറ്റൊരു ജഡ്ജി. പിന്നെ വിധി പറയുന്നതിന് മുമ്പായി അന്വേഷണ ഉദ്യോഗസ്ഥൻ്റെ ക്രോസ് എക്സാമിനേഷനും മറ്റൊരു സാക്ഷിയുടെ മൊഴിയാണ് ഇപ്പോൾ വിധി പറഞ്ഞിരിക്കുന്ന റൂബി മാഡത്തിൻ്റെ മുമ്പാകെ വന്നിരിക്കുന്നത്. പക്ഷേ അവരും വളരെയേറെ ഹാർഡ് വർക്ക് ഇതിനകത്ത് ചെയ്തിട്ടുണ്ട്. കാരണം കുറേ ദിവസങ്ങളെടുത്തുകൊണ്ടാണ് ആർഗ്യുമെൻറ്റ് കേട്ടത്. മുഴുവൻ കാര്യങ്ങളും എഴുതിയെടുത്തുകൊണ്ട് കാര്യങ്ങൾ മനസ്സിലാക്കി നിയമത്തിൻ്റെ പരിധിക്കുള്ളിൽ നിന്നുകൊണ്ട് വിശകലനം ചെയ്തുകൊണ്ടാണ് ജഡ്ജ്മെൻറ്റ് ഉണ്ടാക്കിയിരിക്കുന്നത് എന്നുള്ളതാണ്. അഡ്വക്കേറ്റ് ബിനിഷ മാഡമായിരുന്നു തുടക്കത്തിൽ പ്രോസിക്യൂട്ടർ. ഈ വിധി വരുമ്പോൾ എന്താണ് ഈ കേസിൻ്റെ നാൾവഴികൾ ഓർമ്മിക്കാറ്? വളരെയധികം സന്തോഷമുണ്ട്. എന്തായാലും നല്ല വിധി തന്നെയാണ് വന്നിരിക്കുന്നത്. പിന്നെ കുടുംബത്തിന് നീതി കിട്ടിയെന്ന് തന്നെയാണ് പറയാനുള്ളത്. ഈ കേസിൻ്റെ തുടക്കകാലത്ത് ഈ കേസ് നീട്ടിപ്പിക്കാൻ വേണ്ടിയിട്ട് പ്രതിഭാഗത്തിൻ്റെ ഭാഗത്ത് നിന്ന് വളരെ വലിയ ശ്രമങ്ങളുണ്ടായിരുന്നു. തുടക്കകാലത്ത് അവർ പ്രതിഭാഗം ഡിഫൻസിന് വേണ്ടി കൊണ്ടുവരാൻ വിചാരിച്ച വക്കീലെ അവരുടെ ഒരു പൊളിറ്റിക്കൽ പാർട്ടിയുടെ സംസ്ഥാന പ്രസിഡൻ്റ് ആവാൻ പോവുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് അവരൊരു പെറ്റീഷൻ കോടതി മുമ്പാകെ സബ്മിറ്റ് ചെയ്തു. അതൊരു പ്രോസിക്യൂട്ടർ ഡ്യൂട്ടി എന്നുള്ള നിലയിൽ ഒപ്പോസ് ചെയ്തു. കോടതി അത് അനുവദിച്ചില്ല. പിന്നീട് കേസ് തുടങ്ങുന്ന അന്നത്തെ ദിവസം അവരൊരു പുതിയൊരു പെറ്റീഷനുമായിട്ട് വന്നു. കൂട്ടത്തിലുള്ള ഒരു പ്രതിയെ തേജസ്വിനി ഹോസ്പിറ്റലിൽ അഡ്മിറ്റഡ് ആണെന്നും അയാളുടെ കാലിലുള്ള ഒരു സ്റ്റീല് റിമൂവ് ചെയ്യാൻ വേണ്ടി അയാൾ അവിടെ അഡ്മിറ്റഡ് ആണെന്നും പറഞ്ഞു. അപ്പോൾ നമ്മുടെ പ്രോസിക്യൂഷൻ എന്നുള്ള നിലയിൽ സ്റ്റീല് റിമൂവ് ചെയ്യുക എന്നുള്ളത് പെട്ടെന്ന് സംഭവിക്കുന്ന ഒരു കാര്യമല്ല. അതൊരു എമർജൻ്റായിട്ട് നിൽക്കേണ്ട ഒരു കാര്യമല്ല. ഇത് ഈ കേസ് ഡ്രാഗ് ചെയ്യാൻ വേണ്ടിയിട്ട് പ്രതിഭാഗത്ത് നിന്ന് മനഃപൂർവ്വം ചെയ്തിരിക്കുന്നതാണ് എന്ന് പറഞ്ഞുകൊണ്ട് ആ പെറ്റീഷൻ തള്ളുകയാണ് ഉണ്ടായത്. ഇങ്ങനെയുള്ള പല വെല്ലുവിളികളും നിറഞ്ഞതായിരുന്നു ഇതിൻ്റെ തുടക്കകാലത്തെ എവിഡൻസ്. പിന്നീട് ഞങ്ങൾ ആദ്യത്തെ ഇൻജേർഡ് അടക്കമുള്ള 2-3 വിറ്റ്നസ്സിനെ തുടക്കത്തിൽ എക്സാമിൻ ചെയ്യുന്ന സമയത്ത് അവർ ക്രോസ് എക്സാമിനേഷൻ ഡെഫർ ചെയ്യാൻ വേണ്ടി പറഞ്ഞു. അപ്പോൾ 3 വിറ്റ്നസ്സിനെയും ക്രോസ് ചെയ്യാണ്ട് അവരവിടെ പെൻഡിങ് വെച്ചു. പിന്നീടാണ് കോടതി അടക്കം മാറിക്കൊണ്ട് വേറൊരു കോടതിയിലേക്ക് മാറ്റുന്ന ഒരവസ്ഥ ഉണ്ടായത്. ആ കോടതിയിലും ഞാൻ തന്നെ അപ്പിയർ ചെയ്തെങ്കിലും പക്ഷേ എന്നെ അപ്പോയിൻറ്റ് ചെയ്ത കോടതി നമ്പർ 2 ആയതുകൊണ്ടും അവിടെയുള്ള കേസുകൾ ഉള്ളതുകൊണ്ടും എനിക്കതിൽ നിന്ന് വിട്ടു നിൽക്കേണ്ടി വന്നു. അതിനുശേഷം സാറ് പിന്നീട് ആ കേസ് ഏറ്റെടുത്തു. ഞങ്ങളുടെ DGP ആയിരുന്നു സാർ അന്നേരം. അപ്പോൾ സാറ് തന്നെ ആ കേസ് ഏറ്റെടുക്കുകയാണ് ഉണ്ടായത്.